എല്ലാവർക്കും നമസ്കാരം. ചാനലിലേക്ക് സ്വാഗതം. മൂത്തവർ ചൊല്ലും വാക്കും മുതുനെല്ലിക്കയും ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന ചൊല്ലിൻ്റെ അടിസ്ഥാനം എന്ത്? നെല്ലിക്കയ്ക്ക് അനേകം ഔഷധ ഗുണങ്ങളുണ്ട്. നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്ന ഗാലേറ്റുകൾ, ടാനേറ്റുകൾ എന്നിവ ലവണങ്ങളാണ് നമുക്ക് അനുഭവപ്പെടുന്ന രുചിഭേദങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ ലവണങ്ങൾ നാവിലെ രുചി മുകുളത്തിൽ നിറയുന്നു. ഈ മുകുളങ്ങൾ അല്പനേരം ഇതുപോലെ സംവേദനമില്ലാത്ത അവസ്ഥയിലെത്തും. നമ്മുടെ നാവിന് കയ്പുണ്ടാക്കുന്ന ഇതാണ്. അല്പസമയത്തിനകം രുചിമുകുളങ്ങൾ അടഞ്ഞിരിക്കുന്ന ലവണങ്ങൾ നീങ്ങുന്നതോടെ നെല്ലിക്കയിലെ പഞ്ചസാരയുടെ രുചി നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതിനാൽ ആദ്യം കഴിച്ചാലും പിന്നെ മധുരിക്കുക മാത്രമല്ല, ഔഷധഗുണം ശരീരത്തിലേക്ക് പകർത്താനും നെല്ലിക്കയ്ക്ക് കഴിയുമെന്നാണ് ആധുനിക കണ്ടുപിടുത്തങ്ങൾ തെളിയിക്കുന്നത്. യാത്രയ്ക്കായി പുറപ്പെടുമ്പോൾ പുറകിൽ നിന്ന് വിളിക്കരുത് എന്ന് പറയുന്നു. അതെന്തുകൊണ്ട്? യാത്രയ്ക്കായി മുതിർന്നവർ എവിടേക്കെങ്കിലും പുറപ്പെടുമ്പോൾ പുറകിൽ നിന്ന് വിളിക്കുന്ന കുട്ടികളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ചില വീടുകളിലെങ്കിലും കാണാം. ധാർമ്മികമായും മനഃശാസ്ത്രപരമായും പരിശോധിച്ചാൽ ഇത് വിലക്കപ്പെടേണ്ടത് തന്നെയാണ്. ഗൗരവമേറിയതും വളരെ പ്രധാനപ്പെട്ടതുമായ വിഷയങ്ങൾക്കായിരിക്കും സാധാരണ മുതിർന്നവർ പുറത്തു പോകുന്നത്. യാത്രയ്ക്കായി ഇത്തരത്തിൽ പുറപ്പെടുന്നവരെ പുറകിൽ നിന്ന് വിളിക്കുന്നത് സ്വാഭാവികമായും അവർക്ക് സംഘർഷത്തിനിടയാക്കുമെന്നാണ് മനഃശാസ്ത്രത്തിൻ്റെ കണ്ടെത്തൽ. നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ കഴിയുന്നത് എപ്പോൾ? ജീവിതത്തിൽ കഷ്ടകാലം വരുമ്പോഴാണ് നല്ല സുഹൃത്തുക്കളെ തിരിച്ചറിയുന്നത്. നല്ല സുഹൃത്ത് കഷ്ടകാലത്തിൽ സൗഹൃദം വെടിയുകയില്ല. യഥാർത്ഥ മിത്രം ആപത്ത് വരുമ്പോൾ യാതൊരു സ്വഭാവ വ്യത്യാസങ്ങളില്ലാതെ പഴയതിൽ നിന്നും അല്പം പോലും ലോഭമില്ലാത്ത വിധം മൈത്രി തുടർന്നുകൊണ്ടിരിക്കും. പണവും പ്രതാപവും വരുമ്പോൾ അതിൽ ഊറ്റം കൊണ്ട് മതിമറക്കാത്തവൻ എന്നും നല്ല സുഹൃത്തായിരിക്കും. കഷ്ടതയിലാണ് സൗഹൃദത്തിൻ്റെ വലിപ്പം അറിയുന്നത്. സുഹൃത്ത് നല്ലവനോ ചീത്തയോ എന്ന് അപ്പോഴുള്ള ബന്ധം കണക്കാക്കി നിശ്ചയിക്കാവുന്നതാണ്. ഒരാളുടെ കുലമഹിമ അളക്കാനുള്ള മാനദണ്ഡമെന്ത്? ഏത് മണ്ണിൽ മുളച്ച വിത്ത് എന്നത് വിത്തിലെ മുള കണ്ടാൽ അറിയാം. അതുപോലെ ഒരാൾ ഏത് കുലത്തിൽ ജനിച്ചവൻ എന്നത് അയാളിലെ ഭാഷാശൈലിയാൽ കണ്ടറിയാം. വിത്ത് മുളയ്ക്കുമ്പോൾ തന്നെ അതിൻ്റെ മുളയെ വെച്ച് ഗുണം കണക്കാക്കുന്നത് പോലെ ഒരാളിലെ സംഭാഷണ രീതി വെച്ച് അയാൾ ജനിച്ച കുലത്തിൻ്റെ മഹിമ നിർണ്ണയിക്കാനാവും.